പ്രസാദ് കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, ഇതിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്താണ്? വി.ഡി. സതീശനെതിരെ വരെ ആരോപണം ഉയരുന്നു, അദ്ദേഹത്തിന്റെ മൗനാനുവാദമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നല്ലോ കാര്യം. നേതാക്കളുടെ പ്രതികരണം കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വിനീത, അതായത് ആരും പരസ്യമായി ഇതിനെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളതാണ്. തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്. ഇത് ഇത്രയേറെ ചർച്ചയായി വിവാദമായി KUWJ, DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും അതുപോലെ തന്നെ പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന നിരവധി പേർ റോഷിപ്പാലിനെതിരായ ഈ നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തതാണ്. റോഷിപ്പാലിനെതിരായ ഈ പരസ്യമായ കൊലവിളി, ഈ കൊലവിളിക്കെതിരെ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമാണ്. അതായത് ഒരു മൗനാനുവാദം നൽകുന്നു എന്നുള്ളതാണ്, പറയുന്നവർ പറയട്ടെ എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. അവർക്കെതിരായി വാർത്തകൾ വരുമ്പോൾ അവർ വല്ലാതെ പ്രകോപിതരാകുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ CPM-നെതിരെയും BJP-ക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും എല്ലാവർക്കെതിരെയും വാർത്തകൾ വരാറുണ്ട്, സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് കടുത്തുപോയ വാക്കുകളാണ് എന്നുള്ളിടത്താണ് ഇത് വലിയ പ്രശ്നമായി മാറുന്നത് തന്നെ. ഒരു റിപ്പോർട്ടിംഗിന്റെ പേരിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ലൈവ് റിപ്പോർട്ടിംഗിനിടെ പറഞ്ഞതിന്റെ പേരിലാണ് റോഷിപ്പാലിനെതിരെ ഈ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണത്തിലേക്ക് ഈ കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നതും പരസ്യമായ ചർച്ചയിലേക്ക് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ പോകുന്നതും. കോൺഗ്രസും UDF-ഉം എടുത്ത ഒരു നിലപാട് റിപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ അതിലുപരിയായി ഒരു വീഴ്ചയും റോഷിപ്പാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തതുകൊണ്ടോ നേരത്തെ കൊടുത്ത വാർത്തകളുടെ ഭാഗമായി ഞാൻ സംശയിക്കുന്നത് വിനീത, നേരത്തെ വ്യാജ ഐഡന്റിറ്റി കാർഡ് തെരഞ്ഞെടുപ്പിലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ഐഡന്റിറ്റി കാർഡുമായി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്ത അത് പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടറാണ് റോഷിപ്പാല്. കോൺഗ്രസിന്റെയും UDF-ന്റെയും വാർത്തകൾ ചെയ്യുമ്പോഴും അതിന്റെ ബീറ്റ് നോക്കി വാർത്തകൾ ചെയ്യുമ്പോഴും അവർക്കെതിരായ വാർത്തകളും വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് റോഷിപ്പാൽ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ റോഷിപ്പാലിനെ ഇങ്ങനെ കോർണർ ചെയ്യുന്നതും ഈ വിധം സൈബർ ആക്രമണം ഉണ്ടായിട്ടും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് വിനീത. ശരി, TV പ്രസാദും ആദിൽ പാലോടുമാണ് വിവരങ്ങൾ.